പിന്നെ ആരെന്നെയും പ്രധാന സ്വാമി കാണാന്ന് വിചാരിക്കണ്ട. എന്താന്ന് പറയട്ടെ, ഇനി ഹൈറിച്ചില് എന്നെയും പ്രധാന സ്വാമി കാണണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ KD പ്രതാപനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിലാക്കിയിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ചത്തോളം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപേക്ഷ പ്രകാരം PMLA കോർട്ട് ഇയാളെ റിമാൻഡിൽ അയച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഇവർ നടത്തിയ തട്ടിപ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഹൈറിച്ചുകാർക്ക് അത് കിട്ടുമെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വായിക്കണം. ഇയാൾ നടത്തിയ തട്ടിപ്പ് എങ്ങനെയാണെന്ന് നമ്മളെക്കാളൊക്കെ ഒരുപാട് മുൻപിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓരോ തട്ടിപ്പുകളും അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ഇവർ നടത്തിയ പോൺസി സ്കീം തട്ടിപ്പ്, അതായത് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. രണ്ടാമത് HR കോയിൻ തട്ടിപ്പ്, അതൊരു വ്യാജ കറൻസി ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിലൂടെ കിട്ടിയ പണം ഇവർ US ഡോളറിലൊക്കെ മറ്റോ മാറ്റിയിട്ട് അതുവഴി ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ചിട്ട് അതിലേക്ക് ഇവരുടെ എമൗണ്ടെല്ലാം മാറ്റിയതിന് ശേഷം 2-3 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റിയതിന് ശേഷം ആ തെളിവുകൾ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവർക്ക് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപമുള്ള കാര്യം പിടിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് മറന്നുപോയി എന്നാണ് നമ്മുടെ പ്രതാപൻ സാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ നടത്തിയ ഓരോ തട്ടിപ്പുകളും, അതുപോലെ തന്നെ OTTയുടെ തട്ടിപ്പെല്ലാം തന്നെ ഇവർ ഈ പൈസയൊക്കെ 10 ലക്ഷമായി പെരുപ്പിച്ച് കാണിച്ച ആളുകൾ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ട് ആ പൈസയൊക്കെ പലയിടത്തേക്കായി മാറ്റിയിരിക്കുകയാണെന്നും ഇവർ 5, 6, 7 കോടിയൊക്കെ കൊടുത്ത ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് ED എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ ദിൻരാജൊക്കെ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ED ഇവർ നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവരുടെ ഈ തട്ടിപ്പ് ഇതേ രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ 30 റൗണ്ട് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ജനസംഖ്യ ക്രോസ് ചെയ്യുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ തട്ടിപ്പ് പകുതി വെച്ച് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 88% പേർക്കും പൈസ നഷ്ടമാകും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പോൺസി സ്കീമുകളുടെ പ്രത്യേകതയാണത്. 88% പേർക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 88% പേർക്ക് പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വെറും 12% പേർക്ക് മാത്രമാണ് മുടക്കുമുതലും അതിൽ ചിലപ്പോൾ ഒരു 8-9% പേർക്ക് അധികം കിട്ടിയിരിക്കുന്നത്. എല്ലാ പോൺസി സ്കീമുകളും ഇങ്ങനെ തന്നെയാണ്. അതായത് മണി ചെയിൻ തട്ടിപ്പുകളും ഇങ്ങനെ തന്നെയാണ്. ബഹുഭൂരിപക്ഷം പേർക്കും പൈസ നഷ്ടമാവുകയാണ് ചെയ്യുക. അതൊക്കെ ED വളരെ വിശദമായിട്ട് ഇവർ നടത്തുന്ന ബിസിനസ്സുകളെ കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ED അന്വേഷിക്കുന്നത് ഫെമ ആക്ടിൻ്റെ ലംഘനം തന്നെയാണ്. അതാണ് EDയെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ടാണ് ED എഴുതിയിട്ടുള്ളത്. ഫെമ ആക്ടിൻ്റെ ലംഘനം ഇവർ ഇങ്ങനെ നമ്മുടെ ക്രിപ്റ്റോ കറൻസി, HR കറൻസി എന്നൊരു വ്യാജ കറൻസി ഉണ്ടാക്കിയിട്ട് അതുവഴി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ആ പൈസ ക്രിപ്റ്റോ ആക്കിയോ US ഡോളർ ആക്കിയോ ഇവർ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ തെളിവുകളെല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് ED പറയുന്നത്. എന്തായാലും ED ഇതുവരെ കൊടുത്തിട്ടുള്ള പരാതിയുടെ മുഴുവൻ ഡീറ്റെയിൽസ്, കേരളത്തിലെ എത്ര ആളുകൾ പരാതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട് എന്നൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പരാതിയുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് പരാതി മാത്രമേ ഉള്ളൂ. ആ പരാതി കൊടുത്ത ആളുകൾക്ക് ആ പൈസയുടെ ഈ കള്ളപ്പണം എന്ന പേരിൽ രാജ്യം കണ്ടുകെട്ടിയ പൈസയിൽ ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല വേറൊരു ദുഃഖവാർത്ത ഹൈറിച്ചുകാരോട് പറയാനുള്ളത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ തുക അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപ്പീലിംഗ് അതോറിറ്റിയായ PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഖലാസ് ഖത്തം. ഇനി അതിന് മുകളിൽ വരെ എങ്ങോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഈ രാജ്യം ഈ പണം രാജ്യം കള്ളപ്പണം എന്ന പേരിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഈ തുക രാജ്യം കണ്ടുകിട്ടി. ഇനി ചെയ്യാൻ പറ്റുന്നത് അതിന് മുകളിൽ ക്ലെയിം ഉന്നയിക്കുക എന്നതാണ്. ആ സോഴ്സുള്ള പൈസയാണെങ്കിൽ ഈ നിക്ഷേപകർക്ക് ഇതിൻ്റെ മുകളിൽ ക്ലെയിം ഉന്നയിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് പരാതി ഇട്ടിട്ട് ചീറ്റിംഗ് കേസൊക്കെ ഡീപ്പിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുക്കേണ്ടി വരും. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ ഉള്ളുകള്ളികളെല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പ്രതാപൻ ഈ പൈസ എങ്ങോട്ട് കടത്തിയെന്ന് ഇത്രയും ചോദ്യം ചെയ്യൽ പറയാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്വം പ്രതാപൻ്റെ താങ്ങിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വരുന്ന മുഴുവൻ ലീഡേഴ്സിനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദിൻരാജ് സാറിൻ്റെ ഒരു വോയിസ് കേൾക്കാം. പ്രതാപൻ പൈസ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വാലറ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും തപ്പിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദിൻരാജ് സാർ അയച്ച ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. ഞാനിപ്പോൾ ഈ അയച്ചിട്ടുള്ള ഈ 2 അഡ്രസ്സ് ആരുടെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്തണം. അതെല്ലാവരും കൂടി ശ്രമിക്കണം. കാരണം എല്ലാവർക്കും അറിയാം, തിങ്കളാഴ്ച ഇതിൻ്റെ ഡീറ്റെയിൽസും കൊണ്ട് ചെല്ലാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കുറേ ട്രേസ് ഔട്ട് ചെയ്തപ്പോൾ ഈ 2 അക്കൗണ്ട് ആരുടെയാണെന്ന് കണ്ടെത്തണം. അതല്ലെങ്കിൽ നിയോണക്സ് എക്സ്ചേഞ്ചിൻ്റെ TRC20യുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് അത് കിട്ടിയാലും മതി. അപ്പോൾ എല്ലാവരും അവരവരുടെ പഴയ ചാറ്റിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഈ 2 അഡ്രസ്സിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ എന്നോ, അതല്ലെങ്കിൽ നിയോണക്സ് എക്സ്ചേഞ്ചിൻ്റെ TRC20യുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ആരെങ്കിലും ചാറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിലും ഒന്ന് അയച്ചു തരണം പ്ലീസ്. ഇയാളുടെ നാടകമാകാനാണ് സാധ്യത. കാരണം ഇത്രയും വലിയൊരു തട്ടിപ്പ്, ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി വഴി രാജ്യത്ത് പണം കടത്താമെന്നൊക്കെയുള്ള തട്ടിപ്പ് ഈ KD പ്രതാപൻ്റെ ഒന്നും തലയിൽ വരാൻ സാധ്യതയില്ല. സൈന പ്രതാപൻ്റെ തീരെ സാധ്യതയില്ല.
ഇയാൾക്ക് വിദഗ്ധമായ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ ദിൻരാജിൻ്റെ ഒക്കെ തലേന്നാവാനേ സാധ്യതയുള്ളൂ. ദിൻരാജിൻ്റെ പേര് ഈ ഹൈറിച്ചിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പൈസ പോയ 4 പേരുടെ പേര് അതിൽ വന്നതിൽ ദിൻരാജിൻ്റെ പേരുണ്ട്. ഈ പൈസ ഒക്കെ ഇവർക്ക് പോയിരിക്കുകയാണ്. വിശദമായിട്ടെല്ലാം അന്വേഷിക്കണമെന്നാണ് ഇ ഡി പറഞ്ഞിട്ടുള്ളത്. ഇത് തട്ടിപ്പുകളുടെ ഘോഷയാത്ര എന്നാണ് ഇ ഡി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ലോജിക്കൽ ടോക്ക് അതുപോലുള്ള അണ്ണന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ലോജിക്കൽ ടോക്കൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 37,000 ആളുകളുടെ കയ്യിൽ നിന്ന് മെമ്പേഴ്സ് ആക്കിയിട്ട് പൈസ വാങ്ങിക്കാൻ എന്നൊക്കെ മണ്ടത്തരം എഴുന്നള്ളിച്ച ഒരു സാമൂഹിക വിപത്താണ്. അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും കണ്ടില്ല. പൊട്ടത്തരാണ് പറഞ്ഞത് എന്ന് മനസ്സിലായിരുന്നു തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൈറിച്ചിൽ ഉള്ളവരോടും ഇല്ലാത്തവരോടും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ ഒരുവിധ അനുമതിയും ഇന്ത്യയിലില്ല. നിങ്ങൾക്ക് ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് പൂട്ടുന്നത് വരെ പൈസ തന്നിരുന്നു എന്നൊക്കെ. അത് ഇല്ലീഗലാണ്. നിങ്ങൾ പൈസ തന്നിരുന്നെങ്കിൽ പോലും ഇവരൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് അവരെന്ത് പേരിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാലും നിങ്ങൾക്ക് തിരിച്ച് ക്യാഷ് തരാൻ പറ്റില്ല. അപ്പോൾ അത് ഇല്ലീഗലാണ്. ഇനിയെങ്കിലും ഈ ഒരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ ഷിബു എബ്രഹാം സാർ ഞങ്ങൾക്കെതിരെ നടത്തുന്ന പടയൊരുക്കൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഒരൊറ്റ വാക്കിയ ഷിബു എബ്രഹാം സാറെ നിങ്ങളോട് പറയാനുള്ളൂ. അത് നമ്മുടെ ജോ ബൈഡൻ ഇറാനോട് പറഞ്ഞ കാര്യമാണ്. അരുത്. ശരി പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിൽ വരാം.